കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ ലളിതഗാനങ്ങളൊക്കെ നിങ്ങൾ തിരഞ്ഞടക്കുമായിരിക്കും അല്ലേ? കാരണം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നല്ലൊരു ലളിതഗാനം കിട്ടണം. ഇപ്പോൾ സ്കൂളുകളിൽ കലോത്സവമൊക്കെ വരികയാണ്. അപ്പോൾ നല്ലൊരു ലളിതഗാനം തന്നെ നമുക്ക് പഠിക്കാം. അവരെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ലളിതഗാനം. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് മ്യൂസിക്കാണിത് കേട്ടോ. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും പാടാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ചെറിയ കുട്ടികൾക്ക് ലൈറ്റ് മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് പാടാൻ പറ്റുന്ന തരത്തിലുള്ള ലളിതഗാനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒരുപാട് സംഗതികളും ഒരുപാട് സംഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ലളിതഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എടുത്താൽ പൊങ്ങാത്തതൊക്കെ എന്തിനാ അവർ തലയിൽ വെച്ച് കൊടുക്കുന്നത്? അവർക്ക് പാടാൻ പറ്റുന്ന സുഖമായിട്ട് നല്ല രസമായിട്ട് നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ലളിതഗാനം അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് അങ്ങനെയുള്ളൊരു ലളിതഗാനമാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഇഷ്ടവും പാടാൻ ഈ ലളിതഗാനം. അപ്പം നമുക്ക് ഓരോ വരികളായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. ഏലേലം കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. അതാണ് അതിൻ്റെ പല്ലവി വരുന്നത്. എനിക്ക് ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സാരമില്ല, നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ മാക്സിമം ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരെ നോക്കിക്കേ. ഏലേലം എന്നാണ് ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്ക് പാടിയെടുക്കുമ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് തന്നെ പാടണം കേട്ടോ. അതിൻ്റെ താളങ്ങൾ നോക്കണം, അതിൻ്റെ ശ്രുതി നോക്കണം, ഒക്കെ നോക്കണം. അപ്പോൾ താളം എന്താണ് വരുന്നത്? ഏലേലം കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി എന്നാണ്. അപ്പം ആ ഒരു താളത്തിൽ വേണം നിങ്ങൾ പാടി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏലേലം എന്നാണ്. ലാ 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 ഏലേലം എന്നെടുക്കണം അവിടെ. കടവത്തൊരു തോണി കടവത്തൊരു കടവത്തൊരു തോണി കടവത്തൊരു തോണി തോണി എന്നെടുക്കണം. കടവത്തൊരു തോണി കണ്ടോ? ഏലേലം കടവത്തൊരു തോണി ആലോലം എന്നാണ്. ആലോ ആലോ അത് ലോ എന്നുള്ളത് ആ സംഗതി നോക്കിക്കേ. ആലോ ലോ ഓ എന്നാണ് കേട്ടോ. ആലോലം എന്നാണ്. ഓക്കെ. ആലോലം കടവത്തൊരു തോണി അതുപോലെ തന്നെ. ഏലേലം ഏലേലം എന്നാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ഫ്ലോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പാടാൻ. കണ്ടോ? ഏലേലം എന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഏലേലം തോണി തോണി നീ അവിടെ ഒരു കുഞ്ഞി സംഗതിയും കൊടുക്കുന്നുണ്ട്. നമുക്കതൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കതങ്ങനെ മനസ്സിലാക്കി പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞു തരുന്നത്, ഓരോ വേർഡും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഏലേലം തോണി. ഓക്കെ, എൻ്റെ ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഒരുപാട് മത്സരങ്ങൾ വരികയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് കഴിഞ്ഞ് ഇത് ഇട്ടിട്ട് കാര്യമില്ല, അവർക്ക് പ്രയോജനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ
ഈ ഒരു ശബ്ദം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് തരുന്നത്. മരുന്ന് കഴിക്കുന്നുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബെറ്ററായി വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കാം പെട്ടെന്ന് ഭേദമാവാൻ വേണ്ടിയിട്ട്. ശബ്ദം നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഏലേലം തോണി. അടുത്തത് ആലോലം ആലോ ആലോലം തോണി തോ ആ സംഗതി എടുക്കണം അവിടെ. തോണി ആ തോണി എന്നാണ്. ലലലലല തോണി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ സംഗതി അഥവാ ഇങ്ങനെ പാടാൻ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലലലലല. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ആ തോ ഓ. മനസ്സിലായോ? ഇങ്ങനെയാണ് സംഗതികൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക. തോണി. മനസ്സിലായേ? ഓക്കെ. ഏലേലം. അടുത്തത് വരുന്നത് ഏലേലം ഏലേലം ആലോലം പൊന്നിൻ തോണി എന്നാണ്. ഏലേലം ഏലേലം ആലോലം ഏലേലം ആലോലം പൊന്നിൻ തോണി തോണി എന്നാണ്. ഏലേലം ആലോലം പൊന്നിൻ തോണി തോണി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം, അതായത് അനുപല്ലവി നോക്കാം. ഓക്കെ, നോക്കൂ. തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം. തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ്. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ്. ഏലേലം കടവത്തൊരു തോണി. ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഓരോ വരികളായിട്ട് നോക്കാം. തോണിപ്പടിയെല്ലാം എന്നാണ്. തോണിപ്പടിയെല്ലാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ സംഗതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തോണിപ്പടിയെല്ലാം എന്ന് പാടിയാലും മതി കേട്ടോ. തോണിപ്പടിയെല്ലാം മാണിക്യം ആ മാ എന്നാണ്. മാ ലലലല മാ എന്നാണ്. മാണിക്യം. ലലലല വെച്ച് പാടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ സംഗതികൾ പാടിക്കൊടുക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ലലലല ഒക്കെ പാടിക്കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കുകയും അവർ പാടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കേട്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചോളാം കേട്ടോ. ഈ ലലലല പാടിയിട്ട് നോക്കുക, അഥവാ സംഗതി കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ. ഓക്കെ, മാണിക്യം. ഓക്കെ, തോണിക്ക് മുത്തിൻ്റെ. അടുത്ത വരിയെ തോണിക്ക് മുത്തിൻ്റെ മുത്തിൻ്റെ എന്നാണ്. മുത്തിൻ്റെ പങ്കായം. നേരത്തെ പാടിയ പോലെ പങ്കായം. ക്ലിയർ ആയോ? ഒരുപാട് സംഗതികളൊന്നും ഈ പാട്ടിനകത്തില്ല, പക്ഷെ ഉള്ള സംഗതികൾ നല്ല വൃത്തിയായിട്ട് പാടിയ പാട്ട് നല്ല മനോഹരമായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വരി നോക്കൂ. അണിയത്തിരുന്ന് അണിയത്തിരുന്ന് എന്നാണ്. അണിയത്തിരുന്ന്. ഓക്കെ, അണി അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അണിയത്തിരുന്ന് എന്നാണ്.
അണിയത്തിരുന്ന് തുഴയണതോ തുഴ തുഴ എന്നും പാടാം, തുഴ എന്നും പാടാം. നിങ്ങൾക്ക് സംഗതി കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്ലെയിനായിട്ട് പാടണം. തുഴയണതോ. ഓക്കെ. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പൂ അണിയമ്പൂ എന്നാണ്. അണിയമ്പൂ പോലൊരു പോ ഈ സംഗതികൾ വീണ്ടും വീണ്ടും പാടുന്നത് നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോലൊരു എന്നുള്ളത് എങ്ങനെ പാടും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ വീണ്ടും വീണ്ടും ഇത് കേട്ട് ആ സംഗതി മനസ്സിലാക്കുക. പോ ആ പോലൊരു പോലൊരു പെണ്ണാണ് പെണ്ണാണ് എന്നാണ്. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ് എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പാടുന്നു? പല്ലവി പാടുന്നു. ഇനി നമ്മൾ എന്താ പാടണ്ടേ? ചരണം. ഓക്കെ, ചരണത്തിലേക്ക് പോവാം. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. നിങ്ങൾ ആരെയും എനിക്ക് കാണാനോ നിങ്ങൾക്ക് സ്വീറ്റ്സ് തരാനോ ഒന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും തന്നതെന്ന് നിങ്ങൾ വിചാരിക്കണം. ഞങ്ങൾ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു സന്തോഷത്തിന് ചെറിയൊരു കേക്ക് മുറിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. നമ്മളെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക, നമ്മളെ ക്ലാസ്സുകൾ കേൾക്കുക, പഠിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഇത്രയും വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇനിയും വീണ്ടും നമ്മൾ കൂടെ നിങ്ങൾ ഉണ്ടാവണം. എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കുക, സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുക. നിങ്ങൾ പാടി സമ്മാനം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കാം ചരണത്തിലേക്ക്. കടലേഴും വാഴണരാണിയാണി കര കാണാൻ മോഹിച്ചു വന്നതാണി. കടലേഴും വാഴണരാണിയാണി കര കാണാൻ മോഹിച്ചു വന്നതാണി. കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു, കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു. കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു, കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു. ഏലേലം കടവത്തൊരു തോണി. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ചരണമാണ് ഞാൻ പാടിയത്. അപ്പോൾ ഓരോ വരികളായിട്ട് നോക്കിക്കിയത്. കടലേഴും കടലേഴും വാഴണ. ഓക്കെ, കടലേ അങ്ങനെ കൊണ്ടുവരണം അവിടെ കേട്ടോ. കടലേഴും വാഴണ വാഴണ റാണിയാണേ റാണിയാണേ. മുകളിൽ ഞാൻ കുറേ സംഗതികൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചാൽ ഇത് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. ഓക്കെ, കടലേഴും വാഴണ റാണിയാണേ. ഓക്കെ, കര കാണാൻ മോഹിച്ചു, കര കാണാൻ മോഹിച്ചു മോഹിച്ചു വന്നതാണേ വന്നതാണേ എന്നാണ്. അത് 2 times നിങ്ങൾ പാടണം. ഇനി അടുത്ത വരെയും കര കണ്ടു എന്നാണ്. കര കണ്ടു പിരിയുന്ന അങ്ങനെ ഒരു സംഗതി അവിടെ കൊടുക്കാം കേട്ടോ. തിരകൾ
തിര. ഓക്കെ, തിരകൾ തിര തിര. അവിടെ ഒരു കുഞ്ഞി സംഗതി, തിരകൾ എന്നുള്ളത് പ്ലെയിൻ അല്ല, തിരകൾ കണ്ടു എന്നാണ്. തിരകൾ കണ്ടു കരയുന്ന കരയുന്ന കടൽ കണ്ടു കടൽ കണ്ടു കരയുന്ന കടൽ കണ്ടു. കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു കരളു കരളു നൊന്തു എന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? സംഗതികളൊക്കെ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ ഉള്ളൂ, അത് നല്ല വൃത്തിയായിട്ട് പാടണം കേട്ടോ. ഇനി ഞാനിത് നിങ്ങൾക്ക് താളത്തിലൊന്ന് മുഴുവനായിട്ട് പാടിത്തരാം. അപ്പം നിങ്ങളിത് കേട്ടിട്ട് എൻ്റെ കൂടെ താളം അടിച്ചിട്ട് പാടി നോക്കണം കേട്ടോ. ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം. തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പ് പോലൊരു പിന്നാണ്. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പ് പോലൊരു പിന്നാണ്. ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. കടലേഴും വാഴണ റാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ. കടലേഴും വാഴണ റാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ. കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു. കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളു നൊന്തു. ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. ഏലേലം ആലോലം പൊന്നിൻ തോണി. ഇതിൻ്റെ താളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഏലേലം തുടക്കത്തിൽ തന്നെ നമ്മൾ അടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് താളത്തിനൊപ്പമാണ് നിങ്ങൾ പാട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏലേലം, മനസ്സിലായോ? അങ്ങനെയാണ് പോണ്ടത്. ഇനി അടുത്തത് വരുന്നത് അനുപല്ലവിയിൽ എങ്ങനെ വരുന്നു താളം? തോണിപ്പടി താളം കഴിഞ്ഞിട്ടാണ് നമ്മൾ പാടുന്നത്. ഓക്കെ, തോണിപ്പടി
തോണിപ്പടി. കണ്ടോ? തോണിപ്പടി എന്നാണ് പാടുന്നത്. മനസ്സിലായോ? തോണിപ്പടിയെല്ലാം മാണിക്യം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് പാടണം. ഇനി അതിൻ്റെ അടുത്തത്, അതായത് ചരണത്തിൽ വരുമ്പോൾ നമ്മളെങ്ങനെ പാടുന്നു? അത് അടിയിലാണ്, ഒപ്പത്തിനാണ് നമ്മൾ പാടേണ്ടത്. അടിയുടെ ഒപ്പാണ് നമ്മൾ പാടേണ്ടത്. അതായത് കടലേഴും വാഴണ. എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, അപ്പം അതിൻ്റെ ചെറിയ അപാകതകൾ നമ്മളെ പാട്ടിനുണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ കേട്ട് നന്നായി പഠിക്കുക. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പാടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് താളത്തിൽ കറക്റ്റായിട്ട് പോകണം നിങ്ങൾ. ഓക്കെ, ഞാനിത് താളം ഫുള്ളായിട്ട് പാടി തന്നല്ലോ, താളം അടിച്ച് പാടി തന്നല്ലോ. അത് കേട്ടിട്ട് അതുകൂടെ നിങ്ങളും താളം അടിച്ചിട്ട് പാടി പഠിച്ചാൽ കറക്റ്റ് താളത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾക്ക് പാടാൻ പറ്റിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അവർ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ച് പാടണം കേട്ടോ. എന്നിട്ട് സമ്മാനം വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ശരി, ഓക്കെ, ബൈ.